എന്ത് പറ്റി ആഷിക, ഭയങ്കര ഡള്ളായിട്ടിരിക്കണ്ടല്ലോ? ഒന്നും പറയണ്ട മാം, എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. റൈറ്റിംഗ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വർക്ക് മര്യാദക്ക് നടക്കുന്നില്ല, വർക്ക് ആവുമ്പോൾ നേരെ തിരിച്ചു. എന്താ ചെയ്യാം മാം? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നത്. നല്ല ചോദ്യം. ആക്ച്വലി ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ ഞാനിവിടെ എക്സ്&വൈയില് CXO ആണ്, ഒരു മെന്റേഴ്സ് ടീമിനെ ലീഡ് ചെയ്യുന്ന ചീഫ് എക്സ്പീരിയൻസ് ഓഫീസറാണ്. അതുപോലെ തന്നെ ഇവിടെ മാത്ത് ഫാക്കൽറ്റി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്&വൈയില്. ആൻഡ് എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരാൾ 10 വയസ്സും ഒരാൾ 3 വയസ്സും. പക്ഷെ ഇത് ഒരു ആസ് എ വുമൻ നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. പക്ഷെ എല്ലാവരെയും പോലെ ഇപ്പൊ ഞാനും കുറെ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. ചിലപ്പോ നമ്മളിവിടെ വർക്കിൽ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ ആയി പോകാറുണ്ട്. ചിലപ്പോ മോളുടെ കൂടെ എനിക്ക് കഥ പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ഇതെല്ലാം ഈ ഒരു വർക്ക്, ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന എല്ലാ വർക്കും ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അവരുടെ ഉമ്മയായിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ടീച്ച് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ മെന്റേഴ്സ് ടീം എന്ന് പറയുമ്പോൾ ഒരു വുമൻസിന്റെ ഒരു ടീമാണ്. അപ്പൊ അവരെല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ അവരെ ലീഡ് ചെയ്യാന്ന് പറയുന്നതും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായാലും നമ്മൾ അതൊന്നും ഗിവ് അപ്പ് ചെയ്യാതെ തിരിച്ചു വരിക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു റോൾസ് ഒക്കെ എന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക ചെയ്യുന്നത്. സോ ഐ എം ലിവിങ് ത്രൂ ദിസ് റോൾസ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മാനേജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും.